ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ ജേർണലിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറേ ഡേയ്സിന് ശേഷമാണ് നമ്മൾ ജേർണൽ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് ജേർണൽ ചെയ്തിരുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കവർ വെച്ചിട്ട് ഒരു ജേർണലായിരുന്നു. അപ്പോൾ ഇന്ന് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തത് ഞാൻ ഈ വാഷി ടേപ്പിൻ്റെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ ജേർണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ അതിനുള്ള ടൈം കിട്ടാറില്ല. ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ് നമ്മൾ ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണ്ടുന്നതൊക്കെ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജേർണലിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണല്ലോ. അപ്പോൾ സെൽഫ് കെയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ടേക്ക് കെയർ ഓഫ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ അത് പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഏതൊരു ചെറിയ കാര്യത്തിനും, ലൈഫിലെ ഏതൊരു ചെറിയ കാര്യത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. പിന്നെ കൈൻഡ് ആയിരിക്കണം, മറ്റുള്ളവരോട് നമ്മൾ കൈൻഡ്ലി ബിഹേവ് ചെയ്യണം. ഓൾസോ നമ്മൾ നമ്മളോട് തന്നെ കൈൻഡായിരിക്കണം. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് തോട്ട്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണം. എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതൊക്കെ തന്നെ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത് നമ്മുടെ ബോഡിയെക്കുറിച്ചാണ്. നമ്മുടെ ബോഡിയെ, ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ ടേക്ക് കെയർ ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല ഫുഡൊക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക, വെള്ളമൊക്കെ നല്ലപോലെ കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, നമ്മളെ ഹാപ്പി ആക്കുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുക. ലൈക്ക് യോഗ, എക്സസൈസ്, പിന്നെ ഡാൻസിങ്, പെയിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും കാണും. അപ്പോൾ നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇടുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ജേർണലിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്